അളിയാ എക്സാം ഫീസ് കൊടുക്കാറായോ? നീ കൊടുക്കുന്നില്ലേ? 1500 രൂപയാ. 1500 രൂപയോ? ഇവന്മാര് നമ്മളെ മുടിപ്പിക്കലോ അളിയാ. ഞാൻ വീട്ടിൽ അമ്മേനെ വിളിച്ച് ചോദിക്കട്ടെ. ആളിയാ വേഗം ചോദിക്കുക, നാളെ എങ്ങാണ്ടാ ലാസ്റ്റ് ഡേറ്റ്. ആ ഹലോ അമ്മേ. അമ്മേ കോളേജ് ഫീസ് കൊടുക്കാറായിട്ടോ. 3000 രൂപ അമ്മേ. എന്താന്നറിയില്ല അമ്മേ, കോളേജുകാർ നമ്മളെ മുടിപ്പിക്കുക അമ്മേ. അത് കണ്ടോണേഷൻ ഫീസ്, അത് ക്ലാസ്സിലുള്ള എല്ലാരും കൊടുക്കുന്ന ഫീസാ. ഇത് എക്സാം ഫീസ്. അമ്മേ ഉമ്മാലവ്യോ. നീ എന്ത് കള്ളനാടാ? എക്സാം ഫീസ് ആകെ 1500 രൂപയുള്ളൂ, എന്നിട്ട് 3000 എന്നൊക്കെ ഇരട്ടിയാണല്ലോടാ മേടിക്കണേ. സ്വന്തം അമ്മേനൊന്നും ഇങ്ങനെ പറ്റിക്കലട്ടാ. ഓ പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് കള്ളങ്ങൾ പറഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും. എൻ്റെ പൊന്നാളെ, ഞാനൊന്നും ഇങ്ങനെ പറയില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ എത്തിക്സിനെ ബാധിക്കും. ഇയാളവിടെ എത്തിക്സും കെട്ടിപ്പിടിച്ചിരുന്നോ? ഇങ്ങനെ കുറച്ച് പൈസ വെട്ടിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മന്തി കഴിക്കാൻ പറ്റണേ. ഞാൻ കുറച്ചിപ്പോൾ മന്തി കഴിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ പൈസ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. നീയും വീട്ടിൽ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് കഴിക്കാൻ പോകാം, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ. ഇതൊക്കെ തെറ്റല്ലേ അളിയാ? ഇതൊക്കെ തെറ്റല്ലേ അളിയാ? പോടാ കൂടെ, ഞാൻ കുറച്ച് മുമ്പ് കഴിക്കാൻ പോവാം. ഹലോ അമ്മേ. അമ്മേ എക്സാം ഫീസ് കൊടുക്കാറായി. 5000. ഇപ്പോഴാടാ മോനെ നീ എന്റെ ചങ്കായത്.